സംസ്ഥാനത്ത് പാമ്പ് ഭീതി അകലുന്നില്ല. പാമ്പ് കടിയേറ്റ് 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വീടുകളിലും മറ്റ് ജനവാസ മേഖലകളിലും ഇന്നും പാമ്പുകളെ കണ്ടെത്തി. ഇന്നലെ പാമ്പ് കടിയേറ്റ കണ്ണൂർ പട്ടുവം സ്വദേശി നമ്പ്രൂർ നാരായണി ഗുരുതരാവസ്ഥയിലാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നാരായണി. മലപ്പുറം എടപ്പാൾ 21-കാരി ഷഹലയ്ക്ക് ഇന്ന് രാവിലെയാണ് പാമ്പ് കടിയേറ്റത്. ഷഹല കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ 64-കാരൻ ഭുവനചന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ പാമ്പ് കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച നിലമ്പൂർ രാമംകുളത്ത് കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പാമ്പ് കടിയേറ്റ 13-കാരൻ അപകടനില തരണം ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ പിടികൂടി. മീത്തലെ കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിക്കെട്ടിനത്തിലുള്ള പാമ്പുകളെ പിടിച്ചത്. വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കെട്ടും പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിന് പിന്നെയും കിട്ടി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് നെല്ലിക്കാപ്പുറം അങ്കണവാടിക്ക് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. പത്തനംതിട്ട കോന്നി ഇളക്കൊള്ളൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വീണ്ടും പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഇത് 3ാമത്തെ പാമ്പിനെയാണ് ഇവിടെ നിന്നും പിടിക്കുന്നത്. 2 പാമ്പുകളെ ഇതിനകം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ കിട്ടിയതാണ്, മുറ്റത്ത് നിന്ന് കിട്ടിയതാണ്. ഇനിയും പാമ്പുകൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെയും വിചാരം. അതിനാൽ ഫോറസ്റ്റുകാർ വന്ന് ഇതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്ക് പാമ്പ് കടിയേറ്റു. ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.